ശബരിമല സ്വർണ്ണ കവർച്ചയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ലക്ഷ്യമിട്ടത് ശബരിമല മാത്രമല്ല, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരങ്ങൾ SIT പുറത്തുവിട്ടത് അനുസരിച്ച് 1000 കോടി രൂപയുടെ കൊള്ളയ്ക്കാണ് ആസൂത്രണം നടന്നത്. അതിൻ്റെ ഭാഗമായി 500 കോടി രൂപ കേരളത്തിൽ എത്തിക്കുകയും അത് ചിലർക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് SIT സ്ഥിരീകരിച്ചിരിക്കുന്നത്. SIT ഉറപ്പിച്ചു, ഇത് പല കാലങ്ങളിലായിട്ട് ഈ പണം കേരളത്തിൽ എത്തിച്ച് ഉന്നതരായ ചിലർക്ക്, ദൈവതുല്യരായ ചിലർക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് SITയുടെ വെളിപ്പെടുത്തൽ. ഡിണ്ടിഗൽ ബാലമുരുകൻ എന്ന ആ വ്യക്തി ഇപ്പോൾ ചില വ്യവസായങ്ങളൊക്കെ നടത്തി ചെന്നൈയിലും ഡിണ്ടിഗലിലുമായിട്ട് ജീവിക്കുന്നു. ഇയാളുടെ സഹായി വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണൻ, ഈ 2 പേരെയും ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം വലിയ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ പോവുകയാണ്. അതിൽ ഈ ഡിണ്ടിഗൽ ബാലമുരുകൻ എന്ന ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വ്യവസായി സംസാരിക്കാൻ വാ തുറന്നതോടുകൂടി ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് SIT. ഈ SITക്ക് മൊഴി കൊടുത്ത പ്രവാസി വ്യവസായി പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ 90% ശരിയാണ് എന്ന് SITക്ക് വ്യക്തമാകുന്നു. ഈ പ്രവാസി വ്യവസായി SITയുമായി ബന്ധപ്പെടുന്നത് നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും കൂടിയായ രമേശ് ചെന്നിത്തല വഴിയാണ്. അദ്ദേഹമാണ് ഈ പ്രവാസി വ്യവസായിയെ വളരെ കൃത്യമായിട്ട് SITക്ക് മുന്നിൽ എത്തിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൈവശം തെളിവുകളൊന്നുമില്ല. അദ്ദേഹത്തിന് ഇത് താൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിലും അത് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ജീവിക്കുന്ന തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമില്ലായിരുന്നു. പക്ഷേ ആ വലിയ മനുഷ്യൻ താൻ അറിഞ്ഞതും താൻ മനസ്സിലാക്കിയതുമായ എല്ലാ രഹസ്യങ്ങളും, ഈ വലിയ കൊള്ളയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും SITക്ക് കൈമാറി. അദ്ദേഹം പറഞ്ഞു, വലിയ തോതിൽ പണം ഒരു വണ്ടിയിൽ കേരളത്തിൽ എത്തിച്ചു, തിരുവനന്തപുരത്ത് എത്തിച്ചു. അത് ചിലർക്കൊക്കെ നൽകാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അത് കൈമാറിയിട്ടുണ്ട്. അന്ന് ആ വണ്ടിയിൽ തുണിയിൽ പൊതിഞ്ഞ ചില പഞ്ചലോക വിഗ്രഹങ്ങൾ ഞാൻ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ആ വെളിപ്പെടുത്തലുകൾ പൂർണ്ണമായിട്ടും ശരിയായി വന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ഡിണ്ടിഗൽ ബാലമുരുകനെ ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ വിവരങ്ങൾ, ഇത് സംബന്ധിച്ച കൂടുതൽ സ്ഥിരീകരണങ്ങൾ SITക്ക് ലഭിക്കുകയാണ്. SIT ഇക്കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 1000 കോടിയുടെ ഈ കവർച്ച നടത്താൻ വന്നവർ നിസ്സാരക്കാരല്ല. അവർ വളരെ ശക്തരാണ്. അവർക്ക് കേരളത്തിനകത്തും പുറത്തും വേരുകളുണ്ട്. വിദേശത്ത് പൗരാണിക മൂല്യമുള്ള വസ്തുക്കൾ വാങ്ങുന്ന ഒരു വലിയ സംഘവുമായിട്ട് ബന്ധമുണ്ട്. അവിടേക്ക് ഇതൊക്കെ കടത്താനായിരുന്നു അവരുടെ നീക്കം. ഇത് കേവലം ശബരിമല മാത്രമല്ല അവർ ലക്ഷ്യം വെച്ചത്, മറിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കൂടി അവരുടെ ലക്ഷ്യത്തിൽ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്തയും അത് തന്നെയാണ്. നമുക്കറിയാം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വലിയ സ്വർണ ശേഖരം, അമൂല്യ വസ്തുക്കളുടെ ശേഖരമുണ്ട്. സ്വർണം മാത്രമല്ല, രത്നങ്ങൾ, പവിഴങ്ങൾ, വജ്രങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി തീർത്താൽ തീരാത്ത വിലപിടിപ്പുള്ള, അതായത് നമ്മുടെ കണക്കുകൂട്ടലിനും അപ്പുറത്ത് വില വരുന്ന അമൂല്യ വസ്തുക്കൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് അവിടെ നിന്ന് കടത്താനുള്ളൊരു പദ്ധതി ഇവർക്കുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിവരങ്ങൾ, പ്രവാസി വ്യവസായി നൽകിയ വിവരങ്ങൾ ഏറിയ കൂറും 100% അല്ലെങ്കിൽ പോലും 90% മുകളിൽ ശരിയാണ് എന്ന് SITക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഡി മണിയെ ചോദ്യം ചെയ്തതിലൂടെ ഈ ഡിണ്ടിഗൽ ബാലമുരുകൻ
ഇനി അറിയേണ്ടത് കേരളത്തിൽ ഇവരെ സഹായിച്ചത് ആരൊക്കെയാണ് എന്നാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള റിമാൻഡിലുള്ള ആൾക്കാരും റിമാൻഡിലാകാനിരിക്കുന്ന കസ്റ്റഡിയിൽ എടുക്കാനിരിക്കുന്ന ചിലരും അതുപോലെ ദൈവതുല്യരായ മറ്റു ചിലർക്കും ഒക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് ഏതാണ്ട് വ്യക്തമാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞത്, ദൈവതുല്യരായ ചില ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ തടയാൻ കഴിയും? അവർ നിർദ്ദേശിച്ചാൽ അതിനെ മറികടന്നു പോകാൻ ദേവസ്വം ബോർഡിന് കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഈ ദൈവതുല്യൻ ആരാണെന്നാണ് ഇനി അറിയേണ്ടത്. ആ ദൈവതുല്യൻ അല്ലെങ്കിൽ ആ ദൈവതുല്യർ ദേവസ്വം മന്ത്രിയാണോ, അതോ മന്ത്രിസഭയിലുള്ള മറ്റാരെങ്കിലുമാണോ, അതോ സംസ്ഥാനത്തിന്റെ ഭരണചക്രം തന്നെ തിരിക്കുന്നയാളാണോ, അതോ ഈ പറഞ്ഞതുപോലെ ശബരിമല ക്ഷേത്രത്തിന്റെ പരമാധികാരിയായിട്ടുള്ള ആൾക്കാരാണോ? ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൈവതുല്യനെ മറ നീക്കി പുറത്തു കൊണ്ടുവരേണ്ടത് SITയുടെ ഉത്തരവാദിത്വമാണ്. SIT അത് നിർവഹിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. SITയെ സംബന്ധിച്ചിടത്തോളം മുഖം നോക്കാതെ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഏതാണ്ടൊക്കെ വലിയ സമ്മർദ്ദവും പ്രതിരോധവും എതിർപ്പും ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് മുഖം നോക്കാതെ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഭക്തരുടെയും ശബരിമല തീർത്ഥാടകരുടെയും പ്രതീക്ഷ. ആ പ്രതീക്ഷ അസ്ഥാനത്തല്ലെന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നത്. കൂടാതെ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അതിസൂക്ഷ്മമായി ജാഗ്രതയോടെ ഈ അന്വേഷണത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യഥാർത്ഥ കുറ്റവാളികൾ അവർ എത്ര ശക്തരാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ അകപ്പെടും. നിയമത്തിന് അവരെ പിടികൂടാൻ കഴിയും. ഉചിതമായ ശിക്ഷ അവർക്ക് നേടിക്കൊടുക്കാൻ കഴിയും എന്നും ശബരിമല തീർത്ഥാടകരും അയ്യപ്പ ഭക്തരും വിശ്വസിക്കുന്നു, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അവരുടെ കാത്തിരിപ്പ് ആകില്ല എന്ന് നമുക്ക് കരുതാം. ആ കാത്തിരിപ്പിന് കൃത്യമായ ഒരു വിരാമം ഉണ്ടാകും. അവിടെ ഈ പറഞ്ഞതുപോലെ യഥാർത്ഥ കുറ്റവാളികൾ കൈവിലങ്ങണിഞ്ഞ് നിയമത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കാഴ്ച അനധിവിദൂരമല്ല. അധികം വൈകാതെ തന്നെ നമുക്ക് ആ കാഴ്ച കാണാൻ കഴിയും എന്നും പ്രതീക്ഷിക്കുന്നു.